നമസ്കാരം. യലഹങ്കയിലെ ബുൾഡോസ് രാജിനെ കുറിച്ചാണ്. റഹീം എം പിയെ ട്രോളുന്നവരോടാണ്. ഈ സമയത്ത് ചിലതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയുക? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഒരു മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഭാഷ അറിയേണ്ട കാര്യമുണ്ടോ? വേണ്ടേ വേണ്ട. നല്ലൊരു മനസ്സ് മാത്രം മതി. അതുമാത്രമേ റഹീം എം പി യലഹങ്കയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളൂ. മനുഷ്യത്വത്തിന് ഭാഷയുണ്ടെന്ന് ഞാൻ കരുതുന്നേയില്ല, വിശ്വസിക്കുന്നേയില്ല. മനുഷ്യത്വത്തിന് ഭാഷയേ ഇല്ല എന്ന് റഹീം എം പി കാണിച്ചു തന്നിരിക്കുകയാണ്. മനുഷ്യത്തിന് ഭാഷയുണ്ട്, ആ ഭാഷ ഇംഗ്ലീഷാണ്, ഹിന്ദിയാണ്, കന്നഡയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് ഒരുപക്ഷെ റഹീം എം പി യലഹങ്കയിലെ ആ ജനങ്ങളോട് സംവദിച്ച അല്ലെങ്കിൽ ആ ചേർത്ത് നിർത്തൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ സാധ്യതയില്ല. മനുഷ്യത്വത്തിന് ഭാഷയില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഭാഷയുണ്ട് എന്ന് വാദിക്കാൻ ഒരു പറ്റം മണ്ടൻ ഗുണാപ്പികളൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. റഹീം എം പി ആ യലഹങ്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോവുകയും പോയ ശേഷം അവിടെ ആ ആളുകൾക്ക് ഉണ്ടായ കൊടും ക്രൂരതകൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധം? ഇതൊരു പ്രാദേശിക പ്രശ്നമാണ്, ഇത് ഇടപെടേണ്ട കാര്യമില്ല, അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞതിനെ നിസ്സാരവൽക്കരിച്ച DK ശിവകുമാറും സിദ്ധരാമയ്യയും ആ പാവങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചെടുത്ത് ഇങ്ങനെ ആളുകൾ ആക്രമിക്കപ്പെടുന്നത് അത് ഒരു സർക്കാരിന്റെ കൊടും ക്രൂരതയാണ്, അവരുടെ അനാസ്ഥയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ശേഷം ഇത് വലിയ വാർത്തയായപ്പോൾ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും ഒക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതാണോ റഹീം എം പി ചെയ്ത തെറ്റ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ DK ശിവകുമാർ പറയുന്നത് പ്രാദേശിക പ്രശ്നമാണത്രേ, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണത്രേ, ഇതിലൊന്നും ഇടപെടണ്ട എന്ന് പറയുകയാണ്. അല്ലെങ്കിലും കർണാടകയിൽ ഏത് ദുരന്തം നടന്നാലും എന്ത് സംഭവിച്ചാലും ഈ കർണാടക സർക്കാർ ഈ രീതിയിലുള്ള നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, ഷിരൂരിൽ അർജുനെ കാണാതായപ്പോൾ എന്തായിരുന്നു ഇവർ സ്വീകരിച്ച നിലപാട്? 2-3 ദിവസത്തേക്ക് അടങ്ങിയോ? ഇല്ല. 6-ാം ദിവസമാണ് ആ സംസ്ഥാനത്തെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ ദുരന്ത പ്രദേശത്തേക്ക് എത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അന്നും അങ്ങോട്ടേക്ക് എത്താൻ ആര് ശബ്ദം ഉയർത്തേണ്ടി വന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബ്ദം ഉയർത്തേണ്ടി വന്നു. അങ്ങനെ ഈ സർക്കാർ ശബ്ദം ഉയർത്തിയപ്പോൾ മാത്രമാണ് അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയത് പോലും. ഇതൊക്കെ സർവ്വസാധാരണമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ പറഞ്ഞത്. മാത്രവുമല്ല, അന്ന് നമ്മളൊക്കെ ശബ്ദം ഉയർത്തിയത് കൊണ്ട് മാത്രം ആ ആളുകളെ തിരയാൻ വേണ്ടി വന്നു. ഇതിനു മുമ്പൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും വരാറില്ല, ഒരു മീഡിയയും വരാറില്ല എന്ന് പറഞ്ഞത് കർണാടകക്കാർ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ ദുരന്തം ഉണ്ടായിട്ട് ആലോചിച്ച് നോക്കണം, 200-ലധികം വീടുകൾ അവിടെ നശിപ്പിക്കുകയാണ്. എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട് പോലും ഇല്ല, വീടെല്ലാം ഇടിച്ചു നിരത്തുന്നു. എല്ലാവരും ഒരു രാത്രി ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തെരുവിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു അവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയേ അല്ല എന്ന മട്ടിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് റഹീം എം പി ചെല്ലുന്നത്. അദ്ദേഹം ഇടപെടൽ നടത്തുന്നു, അവരെ ചേർത്ത് നിർത്തുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നു. അതിനിടയിൽ അവിടുത്തെ ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിലെ ഇംഗ്ലീഷിലെ പിശകുകൾ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത്, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇംഗ്ലീഷിന്റെ പല ഗ്ലാമറും അതുപോലെ തന്നെ ഗ്രാമറും ഒക്കെ നോക്കി ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള അജണ്ട എന്താണ്? ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്കറിയാം റഹീം എം പി ഇടപെട്ടിട്ടുള്ള ഈ ഇടപെടൽ മാതൃകാപരമാണ്, ഇത് മനുഷ്യത്വപരമാണ് എന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുതിയ കുറെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതിന് ഇംഗ്ലീഷും ഭാഷയും അതും ഇതുമൊക്കെ അതിലേക്ക് കുത്തി നിറയ്ക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? കണ്ടില്ലേ, കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരൊക്കെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളായ കുറെ രാഷ്ട്രീയക്കാരും കുറെ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ അവരെ കോർത്ത് പുച്ഛമാണ് തോന്നിപ്പോകുന്നത്. സത്യത്തിൽ എന്താണ് റഹീം എം പി പറഞ്ഞത്? ഇംഗ്ലീഷിനെ പറ്റിയാണോ അദ്ദേഹം സംസാരിച്ചത്? അദ്ദേഹം സംസാരിച്ചത് യലഹങ്കയിലെ പാവങ്ങളെ പറ്റിയാണ്, അവർക്ക് വേണ്ടി, അവരുടെ നീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ സബ്ജക്റ്റിലേക്ക് പോകാതെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റഹീം എം പിനെ പോലൊരു മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. റഹീം എം പി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം കാണിച്ചു തന്ന മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ മിനിമം ഒരു മനുഷ്യനെങ്കിലും ആകേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പൊ പുതിയ കുറെ നമ്പറുകളൊക്കെ വന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്? ആശാമാരുടെ അവിടെ സമരം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭാഷാ പണ്ഡിതനെ കാണാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ആശമാരാണോ അവിടെ സമരം ചെയ്തത്? സൂസിമാരായിരുന്നില്ലേ? ആശമാരുടെ പേരും പറഞ്ഞുകൊണ്ട് കള്ള സമരം നടത്തിയ കള്ള കൂട്ടങ്ങളായിരുന്നില്ലേ അവിടെ ഇരുന്നത്? നമ്മൾ കണ്ടതല്ലേ അതൊക്കെ? എന്തിനാ യഥാർത്ഥ ആശമാർ പോലും രംഗത്തേക്ക് ഇറങ്ങി അവർ ഞങ്ങളിൽപ്പെട്ട ആളുകളല്ല, ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്, രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? എത്രയോ ആശമാർ നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. എന്താണ്
കർണാടക പിടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്നേഹത്തിന്റെ കട തുറന്നു എന്നാണ് പറയുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു സർക്കാർ, BJP സർക്കാർ എങ്ങനെയായിരുന്നു അതുപോലത്തെ തന്നെ ഒരു സർക്കാരാണ് ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ എന്താണ് പറയുക? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു അക്ഷരം ഇടാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പിന്നെ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്, UP യിൽ നടന്ന ബുൾഡോസ് രാജ് പോലെ അല്ലത്രേ, ഇത് സൂപ്പർ ഒരു ബുൾഡോസ് രാജാണത്രേ. ഈ ബുൾഡോസ് രാജിൽ അവർക്കാർക്കും പരാതിയില്ലാത്രേ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ UP യിൽ നടന്ന ബുൾഡോസ് രാജ് വേറൊരു ബുൾഡോസ് രാജ്, കോൺഗ്രസ് നടത്തുന്ന ബുൾഡോസ് രാജ്, അത് മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബുൾഡോസ് രാജ്, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അപ്പോ ഇത്തരം വിഷയങ്ങളെയൊക്കെ ന്യായീകരിച്ചും അതിനെയൊക്കെ മറ്റൊരു രീതിയിലേക്കൊക്കെ മാറ്റിമറിച്ചും ഒക്കെ മനുഷ്യനായി പോലും കാണാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം മനുഷ്യമൃഗങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരാണ് ഇംഗ്ലീഷ് ട്രോളി രംഗത്തേക്ക് വരുന്നത്. അവരാണ് യലഹങ്കയിലെ ജനങ്ങളെ കർണാടക സർക്കാർ ഇത്ര ക്രൂരമായി അവരെ ദ്രോഹിച്ചിട്ടും വീണ്ടും വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും ഒക്കെ ദ്രോഹിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പല രീതിയിൽ പോസ്റ്റ് ഇട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊന്നും നമുക്ക് മനുഷ്യരായി പോലും കണക്കാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാറുള്ളത്. എന്തായാലും റഹീം MP യുടെ ഒരു പോസ്റ്റ് കൂടി ഇന്ന് കാണാനിടയായി. ഇങ്ങനെയാണ് റഹീം MP ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒടുവിൽ ശ്രീ DK ശിവകുമാർ യലഹങ്ക സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. വളരെ വൈകിയെങ്കിലും ഈ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു. ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും DYFIയും ഉയർത്തിയ ശബ്ദമാണ് ഇന്ന് താങ്കളെ അവിടെ എത്തിച്ചത്. സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ക്രൂരമായ ബുൾഡോസർ രാജിന് ആ പാവങ്ങളോട് താങ്കൾ നിരുപാധികം മാപ്പ് പറയണം. ഉചിതവും മാന്യവുമായ പുനരധിവാസം ഉടൻ നടപ്പാക്കണം. അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങരുത്. ഇന്ന് കേരള മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. കർണാടകയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അതിൽ കേരള CM അഭിപ്രായം പറയേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ രാജ്യത്തെവിടെയും നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കാൻ രാജ്യത്തെ ഏതൊരു പൗരനും അവകാശമുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയും DK ശിവകുമാറും നൽകേണ്ട ഔദാര്യമല്ല, നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. സംഘപരിവാർ സർക്കാരുകളുടെ മാതൃകയിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ മനുഷ്യത്വ വിരുദ്ധമായ ബുൾഡോസർ നടപടിയെയാണ് കേരള മുഖ്യമന്ത്രി വിമർശിച്ചത്. അത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. പിന്നെ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. UP യിലും ഹരിയാനയിലും അങ്ങ് ഡൽഹിയിലും സംഘപരിവാർ സർക്കാരുകൾ അനധികൃത കുടിയേറ്റമെന്ന് ആരോപിച്ച് ബുൾഡോസർ രാജ് നടത്തിയപ്പോഴൊക്കെയും കമ്മ്യൂണിസ്റ്റുകാർ തെരുവിൽ ഇരകൾക്കായി നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കും. അതാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. തീർച്ചയായും ഇത്തരം ആളുകളെ, അതായത് ഒറ്റപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തൽ കൂടി ആകണം രാഷ്ട്രീയം. അത്തരം ആളുകളെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല, നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം പോലും നോക്കാതെ ഇടപെടാൻ നമുക്ക് കഴിയണം. മനുഷ്യനായിട്ട് ഇടപെടാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, സ്നേഹത്തിന്റെ കട അവർ തുറക്കുമ്പോൾ, കരുതലിന്റെ കട തുറക്കുമ്പോൾ നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല രണ്ടു വാക്കെങ്കിലും പറയാൻ കഴിയണം. ഇതൊന്നും കഴിയാത്ത, എന്തിനേയും ഏതിനേയും ഒക്കെ വിമർശനത്തോടെ മാത്രം നോക്കിക്കണ്ട് എന്തിനേയും ഏതിനേയും ഒക്കെ വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുടെ കൂട്ടമായി BJPയും കോൺഗ്രസും മാറുന്നു എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി കുറെ സൈബർ സംഘത്തെ ഇറക്കുന്നു. സംഘത്തെ ഇറത്തിക്കൊണ്ട് അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത്? കോൺഗ്രസിന്റെ ബുൾഡോസ് രാജ് പോലെ മറ്റൊരു ബുൾഡോസ് രാജ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റഹീം MP നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നൽകാതെ കഴിയില്ല. നിങ്ങളാണ് യഥാർത്ഥ പൊളിറ്റീഷ്യൻ. നിങ്ങൾ ഇന്നലെ ചെയ്തതാണ് മാതൃകാപരമായിട്ടുള്ള കാര്യം. ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു രാഹുൽ ഗാന്ധി ഓടിച്ചാടി എത്തുമെന്ന്. എവിടെ എത്താൻ അല്ലേ? മൂപ്പര് എവിടെയൊക്കെയോ ഫോട്ടോഷൂട്ട് നടത്തി നടക്കുകയാണ്. മൂപ്പര് ക്യാമറമാനെ വെച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല, അവിടെ പോയി ഫോട്ടോഷൂട്ടൊന്നും നടത്തിയില്ല. കാരണം എങ്ങനെ നടത്താനാണ്? സ്നേഹത്തിന്റെ കടയാണ് അവിടെ തുറന്നിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്തു ചെയ്യണമെന്നാണോ നമ്മളൊക്കെ ആഗ്രഹിച്ചത്? എന്തായാലും അയാളിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. പക്ഷേ റഹീം MP അത് വളരെ ഭംഗിയായി നിറവേറ്റി. അവർക്കൊപ്പം ചെന്ന് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി. നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ നാട് നൽകുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് നമുക്ക് ആവശ്യം. ഇംഗ്ലീഷും കന്നഡയും അല്ലെങ്കിൽ മറ്റുള്ള പല ഭാഷകളും ഒക്കെ ഇത്തരം നല്ല കാര്യങ്ങൾ, നന്മകൾ ചെയ്യുന്നതിന് ആവശ്യമാണെന്ന് വാദിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് കേട്ടോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.